അടുത്തതായിട്ട് ഷെഫീൽഡ് ബ്രദറൻ ഫെലോഷിപ്പ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സഹോദരങ്ങൾ അവരുടെ പേരൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഷെഫീൽഡ് ബ്രദറൻ ഫെലോഷിപ്പ് അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫയർ എക്സിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. UK വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് ചിന്തിച്ചപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചത്. മാത്രമല്ല, എൻ്റെ സഹോദരൻ സിജി ഒരു കോട്ടൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വേറെ ലെവലിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നാണ്. എന്നാൽ എൻ്റെ യൗവനകാലത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ ക്യാമ്പിൻ്റെയൊക്കെ സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്കോ ഒക്കെ ഞങ്ങളെ എത്തിച്ച മാഞ്ചസ്റ്ററിലുള്ള പ്രിയ സഹോദരങ്ങൾക്ക് ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നത്. അതിന് പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കട്ടെ. എൻ്റെ പേര് ജോസി സാം, സ്വദേശം കൊട്ടാരക്കര. ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഷെഫീൽഡിൽ ആയിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വന്ന സമയത്ത് ഷെഫീൽഡിൽ പ്രത്യേകിച്ച് കൂട്ടായ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 2-3 മാസങ്ങൾ ഇവിടെയുള്ള സഹോദരങ്ങളുടെ അഡ്വൈസ് അനുസരിച്ച് പ്രിയ ഷാജുവങ്ങളിനെ കോണ്ടാക്ട് ചെയ്യാനും ഇവിടെ പലതവണ, അത് വളരെ തണുപ്പൊക്കെ ഉള്ള സമയമായിരുന്നു, സ്നേക്ക് പാസ് വഴി വരുമ്പോൾ ഐസൊക്കെ വീണ് കിടക്കുന്ന സമയമായിരുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് വരാൻ സാധിച്ചില്ല. എങ്കിലും 2-3 തവണ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. എത്ര ദൂരെയാണെങ്കിലും കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടാണ് ഈ ദേശത്തേക്ക് വന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാക്ടിക്കലി അത് ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഷെഫീൽഡിൽ കടന്നു വന്ന പഠിക്കുവാനായിട്ട് കടന്നു വന്ന ചില യുവ സഹോദരങ്ങളുണ്ടായിരുന്നു. കൃത്യമായ എണ്ണം പറഞ്ഞാൽ 3 പേര്. അതുപോലെ സ്കന്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് അവിടുന്ന് പിന്നെയും ഒരു 45 മിനിറ്റ്സ് ദൂരെയാണ്, അവിടെ ഫാമിലിയായിട്ടുണ്ടായിരുന്ന 2 സഹോദരങ്ങളുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അറിയും, സഹോദരൻ ജെബിനും സഹോദരൻ ബിജോയും. അവർ കുടുംബമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിലരെല്ലാവരോട് കൂടി ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ പോലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2023 ജനുവരി മാസം അത് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് അപ്രകാരം ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അതിനുശേഷം ഒരു 7 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിൽ ഒരു സഭാ ഹോൾ ഇവിടെ നടക്കുന്നത് പോലെ ഒരു സഭാ ഹോളിൽ വെച്ച് കർത്തൃമേശയോടുകൂടി കർത്താവിനെ ആരാധിക്കുന്ന ആ രീതിയിലേക്ക് അത് വളരുവാനായിട്ടിടയായി ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അടക്കം ഏകദേശം 20ഓളം പേർ അവിടെയുണ്ട്. 15ഓളം പേർ മുതിർന്നവരാണ്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവരാണ്. ഞങ്ങളങ്ങനെ ആത്മീയമായിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇവിടെയുള്ള സഹോദരങ്ങൾ, 2 അസംബ്ലിയിലുമുള്ള സഹോദരങ്ങൾ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു. പലരെയും കാണുന്നത് പോലും ഇന്ന് നേരിട്ടാണെങ്കിലും പലരും വിളിക്കുകയും സംസാരിക്കുകയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ഓൺലൈൻ സൺഡേ സ്കൂൾ വളരെ ഒരു സപ്പോർട്ടായിരുന്നു. അവർ 2 വർഷത്തിന് മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ തുടങ്ങിയ സൺഡേ സ്കൂളിൽ അവരിപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവർക്കത് വളരെ അനുഗ്രഹമായിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെയുള്ള സഭയെ വളരെ ചുരുങ്ങിയ എണ്ണത്തിൽ നിന്നും ഇതുവരെയും എത്തിച്ചപ്പോൾ അത് മുഖേന ദൈവം വളരെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ ഉദ്ദേശിച്ചത് UK വിവിധ ഭാഗങ്ങളിലുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങൾക്ക് അത് സഭയായി വളരുവാനും അവരുടെ വരുന്ന തലമുറകൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുന്നു. ഞങ്ങളുടെ സഭ എണ്ണത്തിൽ ചുരുക്കമാണെന്ന് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന 2 സഹോദരങ്ങൾ കുടുംബമായിട്ട് അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എങ്കിലും ഞങ്ങളെ ദൈവം നടത്തുന്നു. പുതുതായിട്ട് പുതിയ സഹോദരങ്ങൾ അവിടെ വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അനുഗ്രഹമായിട്ട്
അവിടെയുള്ള കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതിനായി പ്രിയ സഹോദരങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട്, അതായത് ഒരു 4-5 ആഴ്ചകളായിട്ട് ഒരു ബൈബിൾ സ്റ്റഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലാണ് ആ ബൈബിൾ സ്റ്റഡി. നാട്ടിൽ നിന്ന് ഇവാഞ്ചലിസ്റ്റ് സാം സക്രിയാണ് ആ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സഭയുടെ ഫണ്ടമെൻ്റൽ ഉപദേശങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഷെഫീൽഡിൽ നിന്ന് കടന്നു വന്ന ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, സദയം ക്ഷമിക്കണം. എന്നാൽ ഞങ്ങൾ കടന്നു വന്നവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് എണ്ണീറ്റ് നിന്നാൽ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. ഷെഫീൽഡ് ബ്രദറൻ അസംബ്ലി. താങ്ക് യു വെരി മച്ച്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.